ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും വലിച്ചെറിയുന്നൊരു സാധനമാണല്ലേ കാർഡ്ബോർഡ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ കാർഡ്ബോർഡ് നേരെ വേസ്റ്റ് ബിന്നിലോട്ടാണല്ലേ. അപ്പോൾ ഇനി വലിച്ചെറിയാതെ എടുത്തു വെച്ചോളൂ, ഒരു കിഡിലൻ വാൾ ഡെക്കോർ ഉണ്ടാക്കാം. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നമുക്ക് ഒത്തിരി വലിയ പീസ് കാർഡ്ബോർഡൊന്നും ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു പീസ് കാർഡ്ബോർഡ് മതി. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പുറത്തെ ഭാഗം ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സ്റ്റിക്ക് ചെയ്ത ഭാഗം കണ്ടോ, ആ ഭാഗം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട്, അത് കീറി പോകാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷീറ്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് വരഞ്ഞു കൊടുത്ത് കട്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ 7 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ വീതിയുള്ള സ്ക്വയറാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലുള്ള 20 സ്ക്വയർ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ 3.5 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്ററോളം നീളമുള്ള പേപ്പർ ആയിരിക്കണം കേട്ടോ വേണ്ടത്. നമുക്ക് അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നടുകയൊന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പോൾ കിട്ടിയ പീസിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടൊക്കെയാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ പുറം ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ച് തന്നെ കറക്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് നടുകെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നടുകെ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്യാതെ വിടണം കേട്ടോ. ഇതുപോലെ കുറച്ച് ഭാഗം അവിടെ വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒരു ലീഫിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കണം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ലീഫിൻ്റെ ഷേപ്പിലോട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 19 പീസും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പിൻ്റെ അടിഭാഗത്തായിട്ടായിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഹാർഡ് ഗ്ലൂ തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ സാധാ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഒട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്, അവിടെ മാത്രം സ്റ്റിക്ക് ചെയ്യാവുള്ളൂ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സ്റ്റെമ്മ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1.8 സെൻറ്റിമീറ്റർ വീതിയും 23 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നടുകയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നടുകയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഞാനിതിൽ താഴെയുള്ള ഭാഗം ഒരു 4 സെൻറ്റിമീറ്ററോളം ഫോൾഡ് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇതൊന്ന് സെക്യൂറായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലോട്ട് ഓരോ സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്കിലോട്ട് ഈ ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒറ്റൊരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്ററിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിലോട്ട് താഴെ ഭാഗത്ത് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം മാർക്ക് ചെയ്ത 1 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ലീഫ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് അതിൻ്റെ താഴെ ഭാഗം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതുപോലെ എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ലീഫും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഞാൻ 2 എണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാനൊരു ഫ്രെയിമിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വോളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ല ഫ്രെയിമിലോട്ടാണെങ്കിൽ അങ്ങനെ ഫ്രെയിമിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ബ്ലാക്ക് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഇതുപോലെ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ആ ടാപ്പെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രെയിമിന് വേണ്ടിയിട്ട് ഞാൻ 4 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ഇപ്പം നമുക്കൊരു ഫ്രെയിമിൻ്റെ ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലീഫ് ഇതിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ 3 ലീഫും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ലീഫ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈവച്ചൊന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് കറക്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുമരിലോട്ട് ഹാങ് ചെയ്തിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വലിച്ചെറിയുന്ന വെറും ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നല്ല വാൾ ഡെക്കോർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.